കുളവണ്ണ ഗ്രാമപഞ്ചായത്ത് മെമ്പറാകുന്ന സമയത്ത് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സൂതൻ ഉൾപ്പെടെയുള്ള ആളുകൾ കോഴിക്കോട് തൊണ്ടിലക്കടവിൽ ഒരു മരണമുണ്ട്, വീട്ടിലൊരു പെണ്ണുങ്ങൾ മരിച്ചിട്ടുണ്ടെന്നുള്ള ഒരു അറിയിപ്പ് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളൊന്ന് പെട്ടെന്ന് അവിടെ വന്നത്. അങ്ങനെ ഞാൻ ഒരു ചെറിയ വീടാണ്, വീടിൻ്റെ അടുക്കള ഭാഗത്തെ വാതിൽ ഞങ്ങൾ ഒന്ന് ചവിട്ടിപ്പൊളിച്ച് ഉള്ളിൽ കയറിയപ്പം കാണാൻ വേണ്ടി ഒരു മനുഷ്യനെ വല്ലാതൊരു പ്രയാസം ഉണ്ടാക്കുന്ന സംഭവം എന്താ വെച്ചാൽ, ഈ വാതിൽ പൊളിച്ച് ഉള്ളിൽ കയറിയപ്പം 4 മാസം പ്രായമുള്ള ഒരു കുട്ടീനെ കൊന്ന് കെട്ടി തൂക്കിയിട്ടാണ്. 4 മാസം പ്രായമുള്ള. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നേരെ അപ്പുറത്തെ ആ കഴുക്കോലിൻ്റെ മുകളിൽ 4 വയസ്സുള്ള ഒരു കുട്ടീനെ കെട്ടി തൂക്കിയിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം 3ാമത്തെ കഴുക്കോലിൻ്റെ മുകളിലാണ് അമ്മ തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അമ്മ 2 മക്കളെയും കെട്ടി തൂക്കി അമ്മ ആത്മഹത്യ ചെയ്തിട്ട് അത് ഒരു വല്ലാതൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുമ്പേ ഒരു ദിവസം അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല, സൈക്കിൾ ആണുള്ളത്, വാഹനമൊന്നുമില്ല, വീട്ടിൽ ചെറിയ വീടാണ്, വീട്ടിലിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഒരാൾ തിരഞ്ഞു എന്നോട് പറഞ്ഞ് ഇവിടെ തൊട്ടടുത്ത് അവിടെ ഒരു പെണ്ണുങ്ങളെ കാണില്ല പറഞ്ഞപ്പോൾ ഞാനും ഓരോ കൂടെ ഞാൻ എന്നാൽ പോകാറ്. അപ്പോൾ നമ്മളവിടെ ചെന്ന് ഇവിടുന്ന് ഈ കാണുന്നത് വലിയ ടോർച്ചാണ്, അതേമാതിരി ഇത്ര ടോർച്ച് അന്നുണ്ട്. അന്ന് ഇതല്ല, അന്ന് ഇങ്ങനെ പൊട്ടിച്ചാൽ ഇങ്ങനെ പെരടി പിടിച്ച് പൊട്ടിക്കുക, അതിൽ ഗൾഫിൽ ടോർച്ചാണ്. ഈ ടോർച്ചായിട്ട് നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ആ പരിസരം മുഴുവൻ അടിച്ചു നോക്കി. ഈ 24 വയസ്സായ ഒരു പെണ്ണുങ്ങളാണ്. ആ പെണ്ണുങ്ങളെ കാണാനില്ലാതെ നമ്മൾ പരിസരമൊക്കെ നോക്കി. അവിടെ വീടിൻ്റെ വർക്ക് നടക്കുന്ന ഒരു കിണറിലേക്ക് നമ്മൾ ടോർച്ച് അടിച്ച് നോക്കി. കിണറിലേക്ക് ഇങ്ങനെ പിടിച്ചപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഈ കിണറിൽ മനുഷ്യ ശരീരമുണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാർ അതെങ്ങനെയും ചോദിച്ചപ്പം ഞാനിങ്ങനെ കലക്കാത്ത വെള്ളത്തിലേക്ക് അടിച്ച് പിടിച്ചാൽ ഒരു കിണറിൽ ആമ ഉണ്ടാവുക, മത്സ്യം ഉണ്ടാവുക, നീർക്കോലി ഉണ്ടാവുക, തവള ഉണ്ടാകുക, അങ്ങനെ കിണറിൽ ഒക്കെ ഉണ്ടാകുന്ന ഒരുപാട് ജീവികളുണ്ട്. ഈ ജീവികൾ ഏതെങ്കിലും ഒന്ന് ആ കിണറിലുണ്ടെങ്കിൽ, ഒരു മനുഷ്യ ശരീരവും വെള്ളത്തിൻ്റെ അടിയിലുണ്ടെങ്കിൽ ഈ ജീവികളെല്ലാം മുകളിൽ വന്ന് നിൽക്കും. ഒരു ജീവി പോലും താഴോട്ട് പോകില്ല, ആയിട്ടേക്ക് പേടിയുണ്ടാകും. അപ്പം നമ്മൾ ഒരു കല്ലെടുത്ത് ആ മത്സ്യത്തിൻ്റെ അല്ലെങ്കിൽ നീർക്കോലിൻ്റെ അല്ലെങ്കിൽ തവളൻ്റെ ആമൻ്റെ അടുത്ത് കിട്ടാൽ അത് അവിടുന്ന് മാറിയിട്ട് അപ്പുറത്തേക്ക് നിൽക്കും, അല്ലാതെ അടിയിലേക്ക് പോകില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് ഇതിൻ്റെ അടിയിൽ സാധനം ഉണ്ടെന്ന് പറയും. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു കയറ് വാങ്ങി, കയറ് മേടിച്ച് അടുത്തൊരു മാവിന് കെട്ടി ആ കയറ് കിണറ്റിലേക്ക് കിണറ്റിലേക്ക് ഇറങ്ങുകയാണ്. അതായത് 24 വയസ്സായ പെണ്ണുങ്ങളെ എടുക്കാൻ വേണ്ടി കിണറിലേക്ക് ഇറങ്ങി ഞാനിങ്ങനെ തപ്പുന്ന സമയത്ത് പശിൽ കിട്ടി 3 വയസ്സായ ഒരു കുട്ടീനെ. പിന്നെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പിന്നെയും കിട്ടി 6 7 വയസ്സായ ഒരു പെൺകുട്ടീനെ. പിന്നെയാണ് അമ്മനെ കിട്ടുന്നത്. അപ്പോൾ അപ്പോഴാണ് നാട്ടുകാർ മുഴുവനും ഈ കുട്ടികളെ തിരഞ്ഞിട്ട് വീട്ടിലേക്ക് കൊടുക്കുന്നത്. അപ്പോഴാണ് കുട്ടികളില്ല എന്നുള്ളത്. അപ്പോൾ 2 മക്കളെ ഇതാക്കിയിട്ടുള്ള ഇതാണുള്ളത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രയാസം എന്താ വെച്ചാൽ, വലിയൊരു ടെൻഷൻ ഇന്നും എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് മാറാത്തൊരു സംഭവം എന്താ വെച്ചാൽ, ചാരിയത്തു നിന്ന് മത്സ്യം കയറ്റി പോകുന്ന ഒരു പിക്കപ്പ് ലോറി, അത് പരപ്പനങ്ങാടി ഭാഗത്തേക്കാണ് പോകുന്നത്. പരപ്പനങ്ങാടിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന ഒരു ഓട്ടോറിക്ഷ. ആ ഓട്ടോറിക്ഷയിൽ ഒരു കുടുംബങ്ങളാണ് സഞ്ചരിക്കുന്നത്. അതായത് കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ, മക്കൾ, അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് ഒരു 6 7 ആൾക്കാരുണ്ട്. ഇവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവരെ ഓട്ടോറിക്ഷ ഈ പിക്കപ്പ് ലോറിയായിട്ട് കൂട്ടിയിരിക്കുകയാണ്. ഇടിച്ച സമയത്ത് ആ ഓട്ടോറിക്ഷയുള്ള മുഴുവൻ ആളുകളും മരണപ്പെട്ടപ്പോൾ ആ പ്രദേശത്തുള്ള ജീവകാരുണ്യ പ്രവർത്തകരും നാട്ടുകാരും എല്ലാം എടുത്ത് ആ പരിക്ക് പറ്റിയ ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിലും മറ്റ് ഇവിടെയൊക്കെ ബോഡി അവിടെ എത്തിക്കുന്ന സമയത്ത് അന്നത്തെ ട്രോമാ കെയറിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള CM പ്രദീപ്കുമാർ സാർ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, പിന്നെ കോഴിക്കോട് ഭാഗത്ത് വലിയൊരു അപകടമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അവരുടെ ബോഡിയൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലുണ്ട്. അസിസിനെ സംബന്ധിച്ചിടത്തോളം നാളെ നമ്മളെ ട്രോമാ കെയറിന് അഭിമാനമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ അസിസ് പോയി നാളെ അവിടെ ഒരു ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ രാവിലെ ഞാൻ ഇതേപോലെ അവിടെ എത്തിയ സമയത്ത് മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ ദൃശ്യമാധ്യമങ്ങൾ, പത്രക്കാർ, ചാനലുകാരൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, കളക്ടർ, കമ്മീഷണർ, തഹസിൽദാർ, RDO, അങ്ങനെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബോഡി പിന്നെ സെൽഫിൽ നിന്ന് എടുത്തിട്ട് പിന്നെ ഇംഗ്ലീഷ് തയ്യാറാക്കുന്ന റൂമിലേക്ക് എത്തിക്കണം.